വെള്ളാപ്പള്ളി നടേശൻ മുസ്ലിം ലീഗിനെതിരെ കുത്തിത്തിരിപ്പുണ്ടാക്കി ഇറങ്ങിയിട്ടുണ്ട്. കാര്യമായി ലീഗിൽ നിന്നും കോൺഗ്രസ് നേതാക്കളിൽ നിന്നുമൊക്കെ കാര്യമായി ഇപ്പൊ വാങ്ങിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. കടുത്ത വാക്കുകളാണ് വെള്ളാപ്പള്ളി ഉപയോഗിച്ചത്. ലീഗ് ഒരു വർഗീയ കക്ഷിയാണ് അത്ര. മറ്റൊരു മാറാട് കലാപമാണ് ലീഗ് ലക്ഷ്യപ്പെടുന്നത് കേരളത്തിൽ എന്നായിരുന്നു വെള്ളാപ്പള്ളിയുടെ ആ തലതിരിഞ്ഞ പരാമർശം. പിണറായി പോലീസ് ഈ പറഞ്ഞതിന്റെ വർഗീയത ചെയ്യാൻ നിൽക്കില്ല എന്നൊരു ധൈര്യമുണ്ട് വെള്ളാപ്പള്ളിക്ക്. പിന്നെ പറഞ്ഞത് മാറ്റി പറയാൻ വെള്ളാപ്പള്ളിയെ കഴിഞ്ഞിട്ട് മറ്റാരുമുണ്ട്. അതവിടെ നിൽക്കട്ടെ. അത് വെള്ളാപ്പള്ളിയുടെ സ്വഭാവം. വെള്ളാപ്പള്ളിക്കെതിരെ അതിരൂക്ഷ വിമർശനമാണ് ഇപ്പോൾ കോൺഗ്രസ് നേതാക്കൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. വെള്ളാപ്പള്ളിയുടെ ഒരു കാൽ AKG സെന്ററിന്റെ പഠിക്കലും മറ്റേ കാൽ മാരാർജി ഭവന്റെ ചായ്പിലും ഇട്ട് തുഴയുകയാണെന്നാണ് ഇപ്പോൾ കോൺഗ്രസ് ആരോപിക്കുന്നത്. അത് അവിടെ നിൽക്കട്ടെ. ഇതുപോലെ ഒരാൾ വെള്ളാപ്പള്ളിയെ കോപ്പി അടിച്ച് തലമുക്കി വരുന്നുണ്ട്. കെ സുരേന്ദ്രൻ പാർട്ടിക്കുള്ളിൽ കിട്ടിയ അടിയുടെ നീരൊക്കെ കുറഞ്ഞപ്പോൾ ഇറങ്ങിയിരിക്കുകയാണ്. CPM-ലിട്ട് തൽക്കാലം കരാറൊക്കെ അവസാനിക്കുന്നത് വരെ ഒന്നും പറയാൻ തയ്യാറില്ല, അനുവാദമില്ല. അപ്പോൾ പിന്നെ കോൺഗ്രസ് ഇട്ടിരിക്കട്ടെ എന്നാണ്. ഇതാണ് ഇപ്പോഴത്തെ സുരേന്ദ്രന്റെ ട്രെൻഡ്. അതൊരു ബാഡ് ട്രെൻഡാണ് സുരേന്ദ്ര. നിയമസഭാ തെരഞ്ഞെടുപ്പൊക്കെ വരികയാണ്. അപ്പോൾ തനിക്കും വേണം ഒരു സീറ്റ്. പിന്നെ ജയിക്കണമെങ്കിൽ CPM വിചാരിക്കണം തിരുവനന്തപുരം നഗരസഭ ഇലക്ഷൻ പോലെ. അല്ലാതെ കോൺഗ്രസുകാരുടെ വോട്ട് വാങ്ങി ജയിക്കാമെന്ന് സുരേന്ദ്രൻ ജന്മത്തെ കരുതണ്ട. അങ്ങനെ ഇപ്പോൾ കോൺഗ്രസിനെ പഴിചാരി CPM-ന്റെ പുറത്ത് ചാരി സുരേന്ദ്രൻ നിൽക്കുകയാണ്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ ഇടപെടൽ അനിവാര്യമാണെന്നാണ് BJP നേതാവ് കെ സുരേന്ദ്രന്റെ പുതിയ കണ്ടെത്തൽ. ഇപ്പോഴാണ് ഓർക്കുന്നത് കേന്ദ്ര ഏജൻസി അന്വേഷിക്കാനുണ്ടല്ലോ. സംസ്ഥാനം നടക്കുന്ന അന്വേഷണത്തിലൂടെ ഒരു സത്യം പുറത്തു വരുമെന്നും ചിലരെ രക്ഷപ്പെടുത്താനുള്ള ശ്രമമാണ് പ്രത്യേക അന്വേഷണ സംഘം നടത്തുന്നതെന്നും ഒക്കെ ആരോപിക്കുന്നുണ്ട്. അത് പിണറായി സർക്കാരിന്റെ പ്രത്യേക അന്വേഷണ സംഘമാണെന്ന് ഓർക്കണം. എന്നിട്ട് ആശാന്റെ കണ്ടുപിടുത്തം എവിടെ ചെന്നാണ് നിൽക്കുന്നത്? സോണിയാഗാന്ധിയുമായി രക്തബന്ധമുള്ളവർക്ക് ഇറ്റലിയിൽ പുരാവസ്തു കച്ചവടമുണ്ടെന്നും ഇത് അറിയാതെയാണ് രമേശ് ചെന്നിത്തല ഈ അന്താരാഷ്ട്ര ബന്ധമുള്ള ഈ ഒരു ആരോപണം ഉന്നയിച്ചെന്നും ഒക്കെ പറഞ്ഞു വെച്ചു. സോണിയാഗാന്ധിക്കൊപ്പം ഉണ്ണികൃഷ്ണൻ പോലൊരു ചിത്രം പുറത്തു വന്നപ്പോൾ ആദ്യമൊക്കെ ആരും സംശയം പ്രകടിപ്പിച്ചില്ല. എന്നാൽ പിന്നീട് കോൺഗ്രസ് നേതാക്കളായ രമേശ് ചെന്നിത്തലയും VD സതീശനും ആദ്യ നിലപാടുകളിൽ നിന്നും പിൻവാങ്ങിയതായി സുരേന്ദ്രൻ ആരോപിച്ചു. സോണിയാഗാന്ധിയെ കുറിച്ചുള്ള മുഖ്യമന്ത്രിയുടെ പരാമർശം രാഷ്ട്രീയ നാടകമാണെന്ന് വരെ സുരേന്ദ്രൻ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. പുതിയ കണ്ടുപിടുത്തമാണ്. ഇത്രയും കാലം സുരേന്ദ്രൻ ഇതൊക്കെ രഹസ്യമായി നിരീക്ഷിക്കുകയായിരുന്നു. ഇനിയിപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്തപുരത്ത് വരുമ്പോൾ ഇതൊക്കെ മുന്നിൽ ചെന്ന് വിളമ്പുമായി. അതിന് രാജീവ് ചന്ദ്രശേഖർ അകത്തേക്ക് കയറ്റിവിട്ടാൽ മാത്രം. സോണിയാഗാന്ധിയെയും പോറ്റിയും തമ്മിൽ പരിചയപ്പെടുത്തിയവർ ആരാണെന്ന ചോദ്യത്തിന് കോൺഗ്രസിലെ ആരും മറുപടി നൽകിയില്ല എന്നാണ് സുരേന്ദ്രന്റെ മറ്റൊരു കണ്ടെത്തൽ. ആന്റണിയെയും അടൂർ പ്രകാശിനെയും ഒക്കെ സുരേന്ദ്രൻ വലിച്ചഴിച്ചിട്ടുണ്ട്. കാരണം പത്രങ്ങളിൽ വായിച്ചതല്ലേ സുരേന്ദ്രന്റെ പാടാൻ പറ്റുള്ളൂ. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ LDF-നൊപ്പം UDF-ഉം ഒളിച്ചു കളിക്കുകയാണെന്നും തിരിച്ചടി നേടുമെന്നൊക്കെ സുരേന്ദ്രൻ പറഞ്ഞ് സമാധാനിക്കുകയാണ് ഇപ്പോൾ. എന്തായാലും സുരേന്ദ്രൻ ഇപ്പോൾ ഇറങ്ങി തിരിച്ചിരിക്കുന്ന സമയം അത്ര നല്ലതല്ല. ഒന്നുകിൽ വെള്ളാപ്പള്ളി നടേശൻ കോൺഗ്രസിനെതിരെയും ലീഗിനെതിരെയൊക്കെ ആരോപണം ഉന്നയിച്ച് ക്ഷീണിച്ച് കഴിയുമ്പോൾ സുരേന്ദ്രന് വരാം. കാരണം ഇത് രണ്ടും ഒരേ തൊഴുത്തിൽ കെട്ടുന്ന പശുക്കളാണല്ലോ. അതുകൊണ്ട് രണ്ടുപേരിൽ ആരെങ്കിലും ഒരാൾ അവസാനിപ്പിച്ചിട്ട് അടുത്തയാൾ തുടങ്ങുന്നതാണ്